ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ്. നമുക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ്റെ ഹെഡിങ് ഇരുമുഖം, ടു ഫേസസ്, ഡബിൾ ഫേസ്ഡ് എന്നൊരു ആസ്പെക്റ്റാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് അവസാനം വരെ കാണണം. അത്ര ലെങ്തി അല്ല അത്. ഇത് നമുക്ക് അതിൽ കയറാം. നമുക്കൊക്കെ കണ്ണുകൾ മുഖത്തിൻ്റെ മുൻവശത്താണ്. 2 കണ്ണുകളുണ്ട് നോർമലായിട്ട്. നമുക്ക് നമ്മുടെ തലയുടെ പിന്നിൽ കണ്ണുകളില്ല. അതുകൊണ്ട് തന്നെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മുമ്പിലുള്ള കണ്ണ് വെച്ച് നേരിട്ട് കാണാൻ പറ്റില്ല. ടെക്നോളജീസ് അല്ല ഉദ്ദേശിച്ചത്, ഡയറക്റ്റ് ഐ. റോമൻ റിലീജിയൻ ആൻഡ് മിത്തിലെ ഒരു ഗോഡ് ഉണ്ട്. അതിൻ്റെ പേര് ജാനസ് എന്നാണ്. ഈ ജാനസ് ദൈവത്തിന് അല്ലെങ്കിൽ ദേവന് അല്ലെങ്കിൽ ഗോഡിന് 2 മുഖങ്ങളുണ്ട്. ഇരുമുഖം, 2 ഫേസസ്, ഡബിൾ ഫേസ്ഡ് ഇതൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ 2 തലയുണ്ട്, അതാണ് അതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ 2 ഫേസ്. അപ്പോൾ ഈ ജാനസ് ദേവൻ, അദ്ദേഹമാണ് ഗോഡ് ഓഫ് ബിഗിനിങ്സ്, എൻഡിങ്സ്, ട്രാൻസിഷൻ, ഇടയിൽ. ഈ ജാനസ് ദേവന് 2 ഫേസ് ഉള്ളതുകൊണ്ട് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, ഇത് വളരെ വ്യക്തമായി തന്നെ കാണാൻ പറ്റും. തലതിരിക്കേണ്ട. അതാണ് ആ ജാനസ് ദേവന്റെ പ്രത്യേകത. ഇപ്പോൾ ജനുവരി മാസമാണ്. ഡിസംബർ എൻഡ് ചെയ്യുമ്പോഴാണ് ജനുവരി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡിസംബർ എൻഡ്സ് ഓർ ഇയർ എൻഡ്സ് വിത്ത് ന്യൂ ഇയർ ബിഗിനിങ്, ജാനുവരി. ഈ ജാനുവരി എന്ന ടേം വന്നിട്ടുള്ളത് ജാനസിൽ നിന്നാണ്. അത് നമുക്ക് ഇൻഡിക്കേഷനാണ് പ്രീവിയസ് ഇയർ എങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നത് നല്ലതാണ്. മുൻപ് എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെ. ഫ്യൂച്ചർ പിന്നെ നമ്മുടെ കയ്യിലല്ല. അപ്പോൾ കാൽക്കുലേറ്റർ റിസ്ക്, അതിൻ്റെ ആവശ്യം, കാൽക്കുലേറ്റർ റിസ്ക്. അപ്പം അങ്ങനെയാണ് ആ ടേം ഇരുമുഖം, 2 ഫേസ്, ഡബിൾ ഫേസ്, ഗോഡ് ജാനസ്. ഭയങ്കര ആശയം പിടികിട്ടെന്ന് വിചാരിക്കണോ? ജീവിതത്തിൽ നമ്മൾ എത്ര മുന്നേതിലേക്ക് പോയാലും ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുക, നമ്മുടെ മുൻകാലം എങ്ങനെയായിരുന്നു, ഹൗ മച്ച് സഫറിങ്സ് വി ഹാവ്. അപ്പോൾ അതിൻ്റെ ഒരു ആശയമാണ് അവതരിപ്പിച്ചത്. കാൽക്കുലേറ്റർ റിസ്കിൻ്റെ ആവശ്യവും ഇന്നത്തെ ജീവിതത്തിൽ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഓൺ. അടുത്തൊരു വിഷയമായി നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.